ശ്രുതി. ആരേത്? ശ്രുതിയല്ലേ ഇത്? അതെ അതെ അതെ. ആഹാ, എന്റെ മനസ്സിലായില്ല സൗണ്ട് കേട്ടിട്ട്. ഇല്ല. ശരിക്കും ആലോചിച്ച് നോക്കിയേ, മനസ്സിലായില്ലേ? നമ്മൾ പലയിടത്തും വെച്ച് അയ്യോ കണ്ടിട്ടുണ്ട്. അയ്യോ, അതാരാ? എന്നെ ശരിക്കും അറിയുന്ന ആളാണോ? നമ്മൾ ശരിക്കും പരിചയപ്പെട്ടിട്ടില്ല, പക്ഷെ സംസാരിച്ചിട്ടുണ്ട്. ഇത്രയും സസ്പെൻസ് വേണ്ട, ഒന്ന് പറയോ? നമ്മുടെ നിനക്ക് ഏറ്റവും അടുത്ത് വേണ്ടപ്പെട്ട കിരണെ അറിയത്തില്ലേ നിനക്ക്? കിരണിന്റെ കിരണിന്റെ ഫ്രണ്ടാണോ? കിരണിന്റെ ഫ്രണ്ട്, ഓർമ്മയില്ലേ? ഓ, അന്ന് കണ്ടതാണോ ഒരുമിച്ച്? അത് തന്നെ അത് തന്നെ അത് തന്നെ. ഓക്കെ ഓക്കെ. അല്ല, നമ്മൾ തമ്മിൽ അങ്ങനെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ആര് പറഞ്ഞു? ജസ്റ്റ് പരിചയപ്പെട്ടിട്ടുണ്ട് പേരൊക്കെ പറഞ്ഞിട്ട്. നീ മറന്നു അല്ല, പോയോ? ഞാൻ ഓർത്ത് വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ അങ്ങനെ ഡീപ്പായിട്ട് അങ്ങനെ ഇങ്ങനെ എനിക്കൊരു പുതിയ ഫ്രണ്ട് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതല്ലാതെ, അന്ന് നമ്മള് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് പോയില്ലേ. അതെ അതെ, പക്ഷെ ആ ഡീറ്റെയിൽ ഫ്രണ്ട് ആയിട്ട് തന്നെ പരിചയം. ഇല്ലേ? അത് തന്നെ അത് തന്നെ അത് തന്നെ. ഓക്കെ ഓക്കെ. ആ, അപ്പോ ഞാനങ്ങനെ എനിക്ക് രണ്ട് ഫ്രണ്ട്സിനെ കുറിച്ചൊന്നും അങ്ങനെ ഡീപ്പായിട്ട് ചോദിക്കാറില്ല. അപ്പൊ അത് ഭയങ്കര ഫ്രീഡം കൊടുക്കില്ലാന്ന് തോന്നല്ലോ. അപ്പൊ എന്താ വിളിച്ചേ? ചുമ്മാ വിളിച്ചാണോ? ചുമ്മാ. എവിടുന്ന് നമ്പർ എവിടുന്ന് കിട്ടി? ഞാൻ ആലോചിക്കുവായിരുന്നു, ഇതെന്താ ചോദിക്കാത്തത്, നമ്പർ എവിടുന്നാ കിട്ടിയത്. നമ്പറൊക്കെ കിട്ടി, കുറച്ച് പാട് വിട്ടു, എന്നാലും കിട്ടി. ഓക്കെ. അങ്ങനെ കിട്ടിയപ്പോഴത്തേക്ക് ഒരു രീതിക്ക് തപ്പിപ്പിടിച്ച് നമ്പർ കിട്ടി. എന്നിട്ട് പിന്നെ അല്ല, എനിക്ക് പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു, പിന്നെ കിരൺ അത് ഇഷ്ടാവത്തില്ല വിചാരിച്ചിട്ട്. അത് പിന്നെ എല്ലായിടത്തും ഉള്ളതാണല്ലോ, പൊതുവെ ഉള്ളതാണല്ലോ, ഇഷ്ടപ്പെടത്തില്ലല്ലോ, അത് പിന്നെ സ്വാഭാവികമല്ലേ. ഞാൻ പിന്നെ എന്തായാലും വിളിച്ചെന്നേ ഉള്ളൂ. എനിക്ക് കണ്ടപ്പോ എന്തോ. എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി ഫ്രണ്ട്സിനൊക്കെ ഫ്രണ്ട് സർക്കിൾ ഇഷ്ടമാണോ? നല്ല കോളിൽ ഇങ്ങനെ വിളിച്ചിരിക്കുന്ന ഭയങ്കര ഇഷ്ടം. അതവനറിയാവോ? നീ ഇടയ്ക്ക് വിളിക്കത്തില്ലേ നീ? ഞാൻ വിളിക്കാം, രാത്രിയിലൊക്കെ. ഇപ്പൊ ജോലി കഴിഞ്ഞ് വന്നിട്ട് രാത്രിയിലൊക്കെ ഫ്രീ ആവത്തുള്ളൂ. അവനെപ്പോഴാ വിളിക്കുന്നത് സാധാരണ? അവൻ പെട്ടെന്ന് ഉറങ്ങുന്നേ. നൈറ്റ് കോൾ ഒന്നും ഇല്ലയോ? വേറെ നമ്പറുണ്ട്, ഞാൻ തരാം, അതിൽ വിളിച്ചാൽ മതി. വേറെ നമ്പറുണ്ടോ? അതെന്ത് ഒഫീഷ്യൽ ആണോ അതോ പ്രൈവറ്റ് ആണോ? രണ്ട് സിം ഉണ്ടല്ലേ? അപ്പൊ പിന്നെ പ്രശ്നം വരത്തില്ലല്ലോ, വിളിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഇല്ല ഇല്ല. അപ്പൊ ഈ രാത്രിയിൽ എത്ര മണിക്കാണ് നിങ്ങൾ വിളിക്കുന്നത് സാധാരണ? അവനെ എത്ര മണിക്കാണ് വിളിക്കുന്നത്? അത് ഒത്തിരി ലേറ്റ് ആവുന്നില്ല, പെട്ടെന്ന് ഉറങ്ങും. ഒരു 12 മണിയൊക്കെ ആകുമ്പോ നീ ഫ്രീ ആണോ? നീ വിളിച്ചാൽ മതി. അപ്പൊ പിന്നെ നമുക്ക് നൈറ്റ് സംസാരിച്ചിട്ട് ഉറങ്ങാം. എനിക്ക് എനിക്ക് കണ്ടപ്പോ പിന്നെ നമ്പർ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നീ വിളിച്ചല്ലോ, ഒത്തിരി അല്ല, ആഗ്രഹിച്ചായിരുന്നു. പിന്നെ ഞാനത് വിട്ടു. പിന്നെ അധികം പരിചയപ്പെട്ടിട്ടില്ലല്ലോ. പിന്നെ ഞാനും സത്യം പറഞ്ഞ പെട്ടെന്ന് നമ്പർ. പറഞ്ഞപ്പോ എനിക്ക് ഓർത്തില്ല ഞാൻ, പക്ഷെ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ. അല്ല, ഞാന് സത്യം പറഞ്ഞ എനിക്ക് അന്നപ്പോ കണ്ടപ്പോ തന്നെ എന്തോ ഒരു ഇത് തോന്നി. അത് പെട്ടെന്ന്, പക്ഷെ അവനും അങ്ങനെ എനിക്ക് നമ്പർ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ ഡയറക്റ്റ് അങ്ങനെ. പക്ഷെ ഇപ്പോഴത്തെ അതൊന്നും പ്രശ്നമല്ല, എന്നാലും നമുക്കൊരു ഇത് ആ ഒരു സ്പേസിൽ കയറി ഇടപെടേണ്ടന്നൊരു തോന്നല്. അതുകൊണ്ട് പിന്നെ കുറച്ച് ലാഗായെ. അല്ലാതെ ഞാൻ നമ്പർ ഒപ്പിച്ച്. ഇങ്ങനെ വിളിക്കുവോ? എന്ന് വിളിക്കാം, ഞാൻ ജസ്റ്റ് എന്റെ നമ്പർ ഒന്ന് കോൾ ചെയ്തിട്ടേ ഒന്ന് പരിചയപ്പെട്ട് സേവ് ചെയ്ത് വെച്ചോളാൻ പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. രാത്രിയിലൊക്കെ ആകുമ്പം കുഴപ്പമില്ലല്ലോ, നൈറ്റ് ഞാൻ ഫ്രീ നല്ല ആവും. രസമല്ലേ, നല്ല രസമല്ലേ വിളിക്കാൻ. ഉം. അപ്പൊ ഞാൻ പേടിച്ചിനി, ഇപ്പൊ നിനക്ക് ഇനിയിപ്പം താല്പര്യം ഇല്ലെങ്കിലോ, എനിക്കൊരു പേടിയുണ്ടായിരുന്നു നീ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന്. അതാ പിന്നെ അല്ലാത്ത കുഴപ്പമില്ല. അപ്പൊ എങ്ങനെയാ? രാത്രി വിളിക്കാം. ചേട്ടാ. എനിക്കെന്തോ കണ്ടപ്പം, അന്ന് കണ്ടപ്പോ എന്തോ മനസ്സിലൊരു ഇതടിച്ച്. അന്ന് നീ ആ ഒരു ഡ്രസ്സിൽ കണ്ടപ്പോഴത്തേക്ക് നല്ല രസമായിരുന്നു കേട്ടോ, നൈസായിരുന്നു. അവൻ അങ്ങനൊന്നും പറയാറില്ലയോ? ഇല്ല, ഇനിയും കാണണം അങ്ങനെ. ഇനിയും കണ്ടാ കൊള്ളാന്നുണ്ട്. എനിക്കാ നിന്റെ കണ്ണിട്ട് നോക്കിയപ്പോഴേ എനിക്കൊരു ഇത് തോന്നി, ഇതടിച്ച്, സ്പാർക്ക് അടിച്ച്. അതാ പിന്നെ എങ്ങനെയും നമ്പർ തപ്പി പിടിച്ച് വിളിക്കണമെന്ന് വിചാരിച്ചു.
നിനക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ഇപ്പൊ ആദ്യം എങ്ങനെ റിയാക്ട് ചെയ്യാൻ നമുക്കൊരു പേടിയില്ലേ. ഇപ്പൊ ഏതായാലും കൂളായി. ഉം. എന്തെടുക്കുവാ? ഞാൻ ചുമ്മാ ഇങ്ങനെ കിടക്കുവാ. ഫ്രീ ആയോ? ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. സാധാരണ രാത്രിയിലൊക്കെ എന്തോ പരിപാടി? ഉറക്കമൊന്നും ഇല്ലയോ? രാത്രിയില് ചില സമയത്ത് ചില പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട്. ആ അത് പക്ഷെ പെട്ടെന്ന് ഉറങ്ങുന്നോണ്ട് ആ നടക്കാറില്ല. ആ. അപ്പൊ എപ്പഴാ പരിപാടികളൊക്കെ കഴിഞ്ഞാ ഉറങ്ങുന്നേ? ലേറ്റാവും. അത് നല്ല. ആ പരിപാടിക്ക് എന്നെയും കൂടെ കൂട്ടുവോ? ഉം. താല്പര്യമുണ്ടോ? നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഓക്കെയാണ്. അല്ല, അവന് ഈ പരിപാടിക്കൊന്നും താല്പര്യം ഇല്ലയോ? ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്കന്ന് ടയർഡായിരിക്കും മിക്കപ്പോഴും. അല്ല എനിക്കന്ന് നിന്നെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച നല്ല പരിപാടികൾ ഉണ്ടെന്നാ. മനസ്സിലായോ? ഉണ്ട് ഉണ്ട്. കണ്ടപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല പരിപാടികളൊക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചെ. അപ്പൊ ചുമ്മാ വന്നൊരു ആ ഒരു രീതിക്ക് ഒരിത് തോന്നി. അങ്ങനെയൊന്നുമില്ല, പിന്നെ എന്ത് ലൈഫ്. ഉം. അപ്പം എനിക്ക് പലപ്പോഴും ഇങ്ങനെ അതൊക്കെ ചെയ്ത് തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കൊതിക്കും. ആഗ്രഹിച്ചിട്ടുണ്ടല്ലേ? വെറുതെയല്ല സ്പാർക്ക് ആയത്. രാത്രിയിലിപ്പം എല്ലാ ദിവസവും ഉണ്ടോ പരിപാടിയൊക്കെ? ഞാൻ മിക്കപ്പോഴും ടയേർഡായിട്ട് ഉറങ്ങും. അത് ഈ ജോലിക്കൊക്കെ വർക്കിന്റെ. വർക്കിന്റെ പ്രഷർ ആയിരിക്കും അത്. നമ്മള് നട്ട ഫ്രീ ആണ്. നമുക്ക് ജോലി ഉണ്ട്, എന്നാലും വൈകിട്ടൊക്കെ ഫ്രീ ആണ്. കുഴപ്പമൊന്നുമില്ല. നീ രാത്രിയിലൊക്കെ ലേറ്റ് ആയിട്ടല്ലേ ഉറങ്ങുന്നേ? അപ്പൊ അതെ അതെ. പിന്നെ സുഖമായിട്ട് കോൾ ഇടാമല്ലോ. കുഴപ്പമില്ല. ഞാൻ ഫ്രീ ആകുമ്പോ അങ്ങോട്ട് വിളിച്ചോളാം. മതി. രാത്രി ഒത്തിരി ലേറ്റ് ആകുന്നതിന് മുമ്പ് ഒത്തിരി വിളിക്കണം ലേറ്റ് ആകത്തില്ല. കേട്ടോ. ഇപ്പൊ എന്റെയും കൂടെ ആവശ്യമാണല്ലോ. അതാ. എന്തോ അന്ന് കണ്ടപ്പോ ഭയങ്കരമായിട്ടൊരു ഇത് തോന്നി. നിനക്കെന്താ നല്ല താല്പര്യമാണോ? പിന്നെ അത് എനിക്ക് അന്ന് എന്തോ കണ്ടപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു താല്പര്യം തോന്നിയായിരുന്നു. അതാ ഞാൻ സത്യം പറഞ്ഞ തപ്പിപ്പിടിച്ച് വിളിച്ചത്. എങ്ങനെയെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ കൊള്ളാൻ തോന്നി. പക്ഷെ അന്ന് ആ സാഹചര്യത്തിൽ നമ്പറൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നോക്കി സമയം നോക്കിയിരുന്ന് തപ്പി പിടിച്ചതാ വിളിച്ചത്, നമ്പർ ഒപ്പിച്ചിട്ട്. അപ്പൊ രാത്രിയിലൊരു നീ സാധാരണ എപ്പോഴാ ഉറങ്ങാറ്? ചില സമയത്ത് ലേറ്റ് ആവും, സമയത്ത് നേരത്തെ ഉറങ്ങും. എടി സത്യം പറ, എനിക്ക് നിന്നെ കണ്ടപ്പോഴേ നല്ല താല്പര്യമുള്ള ആളായിട്ടാ തോന്നിയത്. അതാ എനിക്കൊരു സ്പാർക്ക് അടിച്ചത്. നല്ല താല്പര്യക്കാരിയാന്ന് തോന്നുന്നല്ലോ. പിന്നല്ലാതെ. നല്ല താല്പര്യമുണ്ട്, കണ്ണ് കണ്ടാലേ അറിയാം. പ്രത്യേകിച്ച് അന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് നല്ലതായിട്ടൊരു ഇത് തോന്നി. അതാ പിന്നെ എന്തായാലും വിളിച്ച് കളയാന്ന് വിചാരിച്ചു. രാത്രി ഫുഡൊക്കെ എന്തായാലും എപ്പോഴാ? 10:30-ക്കാണോ കഴിക്കുന്നത്? 10 മണിയാവും. നമ്പറൊക്കെ തപ്പി എടുത്ത് വിളിച്ചില്ലേ? വളരെ കാര്യം കഷ്ടപ്പെട്ട്. ഉണ്ടായില്ലേ? അതെ അതെ, വളരെ കഷ്ടപ്പെട്ട് വിളിച്ചതാ നമ്പർ ഒപ്പിച്ച്. നമുക്കറിയാലോ ഒപ്പിക്കാൻ പറ്റുന്ന ബുദ്ധിമുട്ട്. അതെല്ലാം അവൻ അല്ല, അറിയാതെ. അതില് കാര്യം ഉണ്ടായില്ലേ? അതില് കാര്യമുണ്ടായി. കാര്യം എനിക്ക് നേരത്തെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി തൽപര കക്ഷിയാണെന്ന്. അപ്പം എന്താണ് ചുമ്മാ ഒന്ന് മുട്ടി നോക്കാന്ന് വിചാരിച്ചു. അതാ പിന്നെ രണ്ടും കൽപ്പിച്ച് മുട്ടിയത്. പിന്നെ കുഴപ്പമില്ല, അപ്പൊ കാര്യം ക്ലിയർ ആയില്ലേ? നോക്കിട്ടെന്നാ വിളിക്കാം. ഒരു കാര്യം ചെയ്യ്, രാത്രിയിൽ കഴിച്ച് കഴിഞ്ഞ് കിടക്കാൻ നേരം വിളിച്ചു. നേരിട്ട് കാണേണ്ട സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഞാൻ പറയാം. ആദ്യം നമുക്ക് ഓക്കെ, അതിൽ തന്നെ ഓക്കെ ആയിരിക്കും. ഏതായാലും നമുക്ക് ഈ രാത്രി പരിപാടി ഒന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് അങ്ങനെ തോന്നുവാണെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കിട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഫ്രീ ആയിട്ട് വിളിക്ക്, ഞാൻ വെയിറ്റ് ചെയ്യുവേ. അതന്നെ നിനക്ക് ചിലപ്പോ എന്താ പറയാ, ആഗ്രഹിക്കുന്നതിന് മുകളിലായിരിക്കും. നോക്കാം, നമുക്ക് എന്തായാലും നോക്കാം. ഉം. എന്തായാലും എനിക്ക് അങ്ങനെ ഒരു ഫ്രീ സ്പാർക്ക് ആകുമ്പോ